ഈ ഓണത്തിന് സ്വാദും ലാഭവും ഒരുമിച്ച് ഓണം മെഗാ ഓഫറുമായി കരുൺസ് 8 ഐറ്റങ്ങൾ ഉൾപ്പെടുന്ന 1765 രൂപയുടെ കോംബോ ഇപ്പോൾ 1500 രൂപയ്ക്ക്. ഓഫർ ഓഗസ്റ്റ് 25 വരെ മാത്രം. നിങ്ങളുടെ ഓഫർ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തി മുൻ സൂരജ് ടാക്കീസിന് സമീപം തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന പരാതിയിൽ നാട്ടുകാർ. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തി മുൻ സൂരജ് ടാക്കീസിന് സമീപം തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കൾ കാരണം വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്നും അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത് നിരാശ മാത്രമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ടൗണിലെ സൂരജുമുക്ക് കട്ടി റോഡിന് സമീപമാണ് തെരുവ് നായ്ക്കളുടെ വിളയാട്ടം രൂക്ഷമായിരിക്കുന്നത്. സ്കൂളിലേക്കും മദ്രസയിലേക്കും സമീപത്തെ അംഗൻവാടിയിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നേരെ നായ്ക്കൾ കുരച്ചു ചാടുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു. 1 മാസം മുൻപ് പ്രദേശത്തെ 2 കുട്ടികളെയും മുതിർന്നവരെയും തെരുവ് നായ്ക്കൾ കടിച്ചതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുടെ നേരെയും നായ്ക്കൾ കുരച്ചു ചാടുകയും വാഹനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നത് പതിവാണ്. ഇതുമൂലം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 2 ആഴ്ച മുമ്പ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന PM അബ്ദുൾ റസാഖിന്റെ വാഹനത്തിന് മുന്നിലേക്ക് തെരുവ് നായ എടുത്തു ചാടുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് കയ്യിൽ മുറിവേൽക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്ന തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. പ്രദേശവാസിയായ PM അബ്ദുൾ റസാഖിന്റെ ദുരനുഭവം പങ്കുവയ്ക്കുന്നു. നമ്മുടെ കട്ടി റോഡ്, സൂരജുമുക്ക്, ബാലവാടി, ഇവിടേക്ക് ദിനംപ്രതി കുട്ടികൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വഴി നടക്കാൻ തന്നെ പേടിച്ചിട്ടാണ് വഴി നടക്കുന്നത്. ബൈക്ക് യാത്രക്കാർ പ്രത്യേകിച്ചും. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു നായ വട്ടം ചാടിയിട്ട് വീണിട്ട് ഒരു 2-3 ആഴ്ച ഞാൻ കൈ പ്ലാസ്റ്റിക്കിട്ട് ഇരുന്നതാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പോംവഴി കാണണം. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ പെട്ടെന്നൊരു പരിഹാരം കാണണം. ഇതാണ് ബാലവാടി. ഈ വഴിയാണ് പ്രശ്നങ്ങൾ. ചെറുതുരുത്തി മെയിൻ റോഡിൽ, ചെറുതുരുത്തി പ്രദേശത്ത് മൊത്തം. CCV ന്യൂസ്, ചെറുതുരുത്തി. അല്ല, ട്രിപ്പ് പ്ലാനിംഗ് ഒക്കെ അടിപൊളിയായി നടക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇനി ധൈര്യമായി പ്ലാനിംഗ് തുടങ്ങിക്കൊള്ളൂ. അൽ-അമീൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. വിശ്വസിച്ച് കൂടെ കൂട്ടാൻ. നിങ്ങളുടെ ട്രിപ്പ് കൂടുതൽ മനോഹരമാക്കാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.